ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ണൂരുകാർക്ക് പറശ്ശിനി മടപ്പുര എന്ന് പറയുന്നത് അതൊരു ഒരു വികാരം തന്നെയാണല്ലേ. ചിലപ്പോൾ നമുക്ക് ഇത് എത്ര തവണ നിങ്ങൾ ഇവിടെ വന്നെന്ന് ചോദിച്ചാൽ പറയാൻ ഉത്തരം ഉണ്ടാവില്ല. കാരണം നമ്മൾ കുഞ്ഞുനാൾ തൊട്ടിട്ടേ എല്ലാവരും വരുന്ന ഒരിടാണല്ലേ. ഓരോ സങ്കടം വരുമ്പം സന്തോഷം വരുമ്പോൾ എല്ലാം നമ്മൾ ഓടി മുത്തപ്പനെ കാണാൻ വരുമല്ലേ. അങ്ങനെ ഇതാ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി മുത്തപ്പനെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഏട്ടനുണ്ട്, ഞാനുണ്ട്, ദേവൂട്ടനുണ്ട്, പിന്നെ ഏട്ടൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവർ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഫാമിലി ഉണ്ട്, മക്കളുണ്ട്, അങ്ങനെ എല്ലാവരും കൂടി നമ്മളെപ്പോഴും എവിടെ പോകുമ്പോഴും ഒരുമിച്ചുണ്ടാവും കേട്ടോ. എന്തെങ്കിലും ട്രിപ്പ് പോകുമ്പോഴോ എങ്ങനെയായാലും നമ്മൾ ഈ ഒരു 3 ഫാമിലി എപ്പോഴും ഉണ്ടാവും കൂടെ തന്നെ. ചില സമയത്ത് ഞാൻ വിചാരിക്കലുണ്ട് ഇവരെ പോലെ ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. കാരണം ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക്. ഞാനെല്ലാം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്കെല്ലാം കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ട്ഷിപ്പെല്ലാം നല്ലോണം ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേങ്കിൽ ആരുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊന്നും ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല. ജസ്റ്റ് വിളിക്കും, ഹായ് ഹോയ്, അത്രയേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇവർ അത്രയും നല്ല ആ ഒരു പഴയ കാലത്തുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അവർ ഫാമിലി എല്ലാവരും നമുക്ക് കൂടെ തന്നെ ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് ട്രിപ്പ് പോകും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മളെ പറശ്ശിനി മടപ്പുര സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴേൻ്റെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അത്. ഇവിടെ ഇങ്ങനെ ബോട്ട് സൗകര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇതൊരു ഫാമിലി ബോട്ടാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് കുഞ്ഞു ബോട്ടിൽ പോകണം എന്നുള്ളതുകൊണ്ട് നമ്മളിത് അതിന് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണേ. പണ്ട് നമ്മൾ ചെറുതിൽ അമ്മമ്മേൻ്റെ കൂടെ എപ്പോഴും നമ്മൾ പറശ്ശിനിയിൽ വരും കേട്ടോ. അതെങ്ങനെ വരുവാന്നറിയാം, ബോട്ടിലാണ്. ഇവിടുന്ന് നമ്മളെ നാട്ടിലേക്കും നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കും ബോട്ട് ഉണ്ട് കേട്ടോ, മാട്ടൂല്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ വരൽ. ആ അമ്മമ്മ കഴിഞ്ഞ മെയിലാണ് കേട്ടോ മരിച്ചത്. അപ്പോൾ അമ്മമ്മ അച്ചാച്ചനും ഞാനും അനിയത്തിയാണ് കേട്ടോ വരും. അമ്മമ്മക്ക് ഛർദീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് പിന്നെ ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആകെ പോകാൻ കഴിയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ പറശ്ശിനിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ അങ്ങനെ വരലാണേ. ബസ്സിൽ കണ്ടക്ടർ ഉള്ള പോലെ തന്നെ നമ്മളെ ബോട്ടിലും കണ്ടക്ടർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ 2 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് മാട്ടൂലേക്ക് ഉണ്ടാവും. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് സെറ്റ് ആവണം. വളയും മാലയും വാങ്ങേണ്ടതെല്ലാം വാങ്ങി വേഗം നമ്മൾ ബോട്ട് ജെട്ടീൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്കും പോകും. കുറേ സമയം ഇരിക്കണം കേട്ടോ, ഒരുപാട് ദൂരം ഇരിക്കാനുണ്ട്. എൻ്റെ ബാക്കിലും സൈഡിലുള്ള ഏച്ചിമാരാണ് കേട്ടോ ഏട്ടൻ്റെ കൂടെ പഠിച്ചത്. അവർ ഫാമിലി നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ നമ്മളെ കോട്ടും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് ഇതാ ബോട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പം മക്കൾക്ക് ഇങ്ങനെ കുഞ്ഞു ബോട്ടിലായതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. മഴയെല്ലാം പെയ്തുകൊണ്ടാണ് കേട്ടോ ആ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ. ഇത് കണ്ടൽക്കാടാണേ. അപ്പം ഡ്രൈവർ പറഞ്ഞത് ഇത് വെച്ച് പിടിപ്പിക്കുന്നതാണ് കേട്ടോ. കാരണം കണ്ടൽക്കാടുകളൊക്കെ ഇപ്പം നശിച്ച് പോകുന്നതല്ലേ. അപ്പം ഇപ്പം അതിന് വേണ്ടിയിട്ട് അവരൊരു ചെറിയൊരു സെറ്റപ്പ് ആക്കിയതാണെന്ന് കേട്ടോ പറഞ്ഞത്. പിന്നെ നമ്മളിതാ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ. തേജു വന്നിട്ടില്ല കേട്ടോ. തേജുവിന് ഫുട്ബോളിൻ്റെ മത്സരം ഉണ്ടായിനെ. അപ്പോൾ അതുകൊണ്ട് ഓൻ വന്നിട്ടില്ല. നമ്മൾ പെട്ടെന്നാണ് കേട്ടോ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിന്. അതുകൊണ്ട് ഓന് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ബോട്ടിൽ നിന്ന് മാത്രമേ നമുക്ക്, ഈ ബോട്ടിൽ നിന്നല്ല ബോട്ടിൽ കയറിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കിട്ടും കേട്ടോ. നമ്മളെ പുഴയിലൂടെ പോകുമ്പോൾ മുത്തപ്പൻ മടപ്പുര ഇങ്ങനെ ഒരു വ്യൂവിൽ നമുക്ക് കിട്ടും. പിന്നെ ഇതാ നമ്മളെ ബോട്ട് റേസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് കരക്കേക്ക് വന്നിട്ടുണ്ട്. ബോട്ട് റേസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകുന്നതാണ്. ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഒരുപാട് ചന്തകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമ്മളിത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. കുറേ നാളായിട്ട് നമ്മൾ 3 ഫാമിലീൻ്റെയും വലിയൊരു ആഗ്രഹമാണ് കേട്ടോ, ഒന്ന് കള്ള് ഷാപ്പിലെ ഫുഡ് കഴിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷാപ്പ് അന്വേഷിച്ച് നടക്കുന്നതാണ്. ഈ പറശ്ശിനി ഭാഗത്ത് തന്നെ ഉണ്ട് എന്നാണ് കേട്ടോ കേട്ടത്. അപ്പോൾ അന്നേരം നമ്മളെ ദേവൂട്ടിന് ഇതാ നമ്മളെ താളും ചപ്പില്ലേ അതിലിങ്ങനെ വെള്ളമാക്കിയിട്ട് നമ്മൾ പണ്ട് കുഞ്ഞിൽ കളിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യലില്ലേ, അതുപോലെ അവർ ചെയ്യുന്ന വേണ്ടിയിട്ട് ഞാനൊരു കൗതുകത്തിന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പണ്ട് സ്കൂളിലെല്ലാം പോകുന്ന സമയം ഈ പരിപാടി തന്നെയായിരുന്നു. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വെള്ളമാക്കുക, കളിക്കുക. അങ്ങനെ ഏട്ടന് ഇതാ കുറേ കള്ള് ഷാപ്പുകളെല്ലാം അന്വേഷിച്ച് നടക്കുന്നുണ്ട്. കള്ള് കുടിക്കാനൊന്നും അല്ല കേട്ടോ, അവിടുത്തെ നല്ല നല്ല ഫുഡുകൾ കഴിക്കാനാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോയി കേട്ടോ. അന്നേരം ആടെയൊന്നും പിന്നെ ഷാപ്പിൽ നമുക്ക് ഫാമിലിക്കൊന്നും ഇരുന്ന് കഴിക്കേണ്ട ഒരു സൗകര്യവും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പം എന്ത് ചെയ്ത് നമ്മൾ തിരിച്ച് വേറെ ഷാപ്പ് അന്വേഷിച്ച് നടക്കുന്നതാണ്. അന്നേരം ഞാനിതാ ദേവൂട്ടന്
കുറേ ഇങ്ങനെ വെള്ളമില്ല, വെള്ളം വേണമല്ലോ എന്നാലല്ലേ നമുക്കൊരു രസം ഉണ്ടാവും. അങ്ങനെ ഞാൻ വെള്ളം തപ്പി നടന്നതാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ നമ്മൾ തിരിച്ച് വേറെ ഒരു സ്ഥലത്തും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി അത് അങ്ങോട്ടാണ് കേട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് 2 വണ്ടിയായിട്ടാണ് കേട്ടോ വന്നത്, നമ്മൾ 3 ഫാമിലി. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വേറെ ഒരു ഷാപ്പും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടതാണ് അങ്ങനെ ഒരു ഷാപ്പ്. അങ്ങനെ നമ്മളിതാ പാലം വഴി അങ്ങനെ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടേ. അങ്ങനെ അവസാനം നമ്മൾ കളിഷാപ്പിൻ്റെ മുന്നിൽ തന്നെ എത്തിയിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും ഫുഡിനുള്ള കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഉച്ച സമയം ആയിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി മോഡേൺ കളിഷാപ്പാണ്, പഴയകാല കളിഷാപ്പിൻ്റെ മോഡലൊന്നും അല്ല കേട്ടോ. നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കളിഷാപ്പ്. യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ വന്നത്. നല്ല അടിപൊളി ഫുഡ് ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഈ 2 എണ്ണമാണ് കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ മീൻ ഐറ്റംസ് ഇല്ലേ, കായൽ മീനുകൾ അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ നോക്കിയത്. നല്ല മീൻ പൊള്ളിച്ചത്, ഞണ്ട് റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, കൂന്തൽ റോസ്റ്റ്, പിന്നെ കക്ക റോസ്റ്റ്, പിന്നെ ആണുങ്ങളെല്ലാവരും പന്നി, പോത്ത്, താറാവ്, കോഴി അതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് എല്ലാവരും കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ്, എല്ലാവരും ആഗ്രഹത്തിന് തിന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട്. ഫുഡ് അടിയെല്ലാം കഴിഞ്ഞേട്ടാ. അങ്ങനെ നമ്മളിതാ ബില്ലടക്കാൻ വന്നിട്ടുണ്ട്. ഒരുപാട് ബില്ലൊന്നും ആയിട്ടില്ല കേട്ടോ, നമുക്ക് ഹോട്ടലിൽ നിന്നെല്ലാം ആവുന്ന ആ ഒരു ബില്ലൊന്നും ആയിട്ടില്ല, ചെറിയൊരു എമൗണ്ടേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതാ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്, വൃത്തിയുണ്ട്. അത് തന്നെയാണ് കേട്ടോ എനിക്കൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ നമുക്കിതാ നമ്മളെപ്പോലെ തന്നെ കളിഷാപ്പിൽ നല്ല ഫുഡ് കഴിക്കണം എന്നെല്ലാം ഒരുപാട് ഫാമിലിക്കെല്ലാം ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെ അവർക്കെല്ലാം ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും കേട്ടോ. കാരണം ഇതാ മേലെ പിന്നെ ഇങ്ങനെ ഫാമിലിക്കായിട്ട് ഉള്ള സെപ്പറേറ്റ് ഇവിടെല്ലാം നമ്മൾ വരുന്ന സമയം ഭയങ്കര ആളേനു, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ താഴെ നിന്ന് കഴിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഞാൻ ഇവരെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് ഒന്ന് ജസ്റ്റ് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഐറ്റംസും നല്ല അടിപൊളിയായിട്ട് അവരെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇതാ വേറൊരു ഭാഗമാണ് കേട്ടോ. അവർ ഇതാ മീനുകളും കാര്യങ്ങളൊക്കെ പൊള്ളിക്കുന്നുണ്ട്, എല്ലാം ഫ്രൈ ചെയ്യുന്നുണ്ട്. ഈ മീനാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അമൂർന്ന അങ്ങനെ എന്താണെന്നൊന്നും പറയലേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അതെല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.